ഒരു ഉള്ള ചോറ് അമ്മേന്റെ കുട്ടിക്കാൻ തന്ന കഴിഞ്ഞേ. ഇതൊക്കെയാണ് ചേച്ചി സന്തോഷം. നമസ്തേ ഭഗവാൻ. ഞാനും അമ്മയും കൂടെ ഒരു യാത്ര പോവുകയാണ്. അതായത് നമ്മളെ ക്ഷണിച്ചു. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ ഒരു പിറന്നാൾ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ പിറന്നാൾ ഹോമമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ആചാര്യനാണ് ആ ഹോമമൊക്കെ ചെയ്യുന്നത്. ആ സ്ഥലത്തെ കാഴ്ചകളാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകാം. ചേച്ചിയെ നാളികേരം അവിടെ വെച്ചോ. സമ്മാനം ഇഷ്ടപ്പെട്ടു. ഭഗവാൻ അങ്ങനെ നമ്മൾ ചേച്ചിക്ക് നമ്മൾ വാങ്ങി വെച്ച ആ സമ്മാനം കൊടുത്തു. ആ സമയത്ത് ഗോപിയേട്ടൻ കലശം പൂജിക്കാൻ വേണ്ടിയിട്ട് പീഠം വിരിക്കുന്ന കാഴ്ചയാണിത്. പീഠം എങ്ങനെയാണ് വിരിക്കുന്നത്? സാധാരണ നമ്മൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കേക്ക് മുറിക്കാതാണ് പതിവ് അല്ലേ? ശരിക്കും അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ഇതിപ്പോൾ വിപുലമായിട്ടുള്ള വളരെ ചുരുക്കം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഗോപിയേട്ടൻ ഇത് ചെയ്തിരിക്കുന്നത്. പീഠം വിരിച്ചു, കലശം വെച്ചു, അതിൻ്റെ മുകളിൽ ആലില മാവില കൂട്ടിക്കെട്ടിയത് വെച്ചു. കുറുമ്പിലിട്ടാണ് അതിൻ്റെ പുറത്ത് വിളക്ക് വയ്ക്കുന്നത്. വിളക്ക് ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് പതിയാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. ഗണപതിക്ക് ഒരുക്ക് റെഡിയാക്കിയാണ്. നാക്കില വെച്ചു, അതിൽ മലരിട്ടു. ആ സമയത്ത് ഞാൻ കിച്ചണിലേക്ക് പോയപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ പായസം തയ്യാറാക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അവിടെ. അങ്ങനെ നമ്മുടെ സുരേഷാണ് ദീപം തെളിയിക്കുന്നത്. ഗോപിയേട്ടൻ ചടങ്ങ് പൂജ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ചേച്ചിയുടെ പിറന്നാൾ ആഘോഷമാണ്. ചേച്ചി മനോഹരമായ ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഇടയിൽ കയറി എന്താ ബാൽക്കണിയാണോ? ഗോപിയേട്ടൻ്റെ അനിയനായ രാജൻ്റെ 2 കുട്ടികളാണ്. അത് ഡെസ്കിൻ്റെ അടിയിലാണ് ചെന്നിരിക്കുന്നത്. കുട്ടികളാകുമ്പോൾ ഞാനും ഇങ്ങനെ ചെന്നിരുന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. കുട്ടികളൊക്കെ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പിറന്നാൾ ദിനത്തിൽ പിറന്നാൾ ഹോമവും കൂടെ ചെയ്യുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വളരെ ലളിതമായിട്ടാണ് ഗോപിയേട്ടൻ ചെയ്തിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് ഈ ഒരു കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ ശ്രേഷ്ഠമാണ്. കലശം നിവർത്തി ഇനി അതിലേക്ക് ജലം ഒഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാം.
എൻ്റെ കൂട്ടുകാരൻ. വീഡിയോ എടുക്കുന്നുണ്ട്, നാണം ഉണ്ടെന്ന് തോന്നുന്നു. നിവേദ്യം കൊടുക്കുകയാണ്. പായസമാണ്, ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഭഗവാന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഏത് ആഘോഷവും ആഘോഷിക്കുക അല്ലേ. പായസമൊക്കെ ആദ്യം ഭഗവാന് നിവേദിച്ചിട്ട് പിന്നീടാണ് നമ്മൾ സദ്യയിലേക്ക് പ്രവേശിക്കുക. അതാണ് അതിൻ്റേതായ ശരിയായിട്ടുള്ള ഒരു ചടങ്ങ്. അങ്ങനെ പൂജ കഴിഞ്ഞിട്ടുണ്ട്, കലശ പൂജ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേച്ചിയെ അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണ്, ഒരു കാഴ്ചയാണ്. ചില വ്യക്തികളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്ത വ്യക്തികളും ഉണ്ടാവും. ഇതാണ് ശരിക്കും എന്താ പറയുക, പിറന്നാൾ ദിനത്തിൽ ചെയ്യേണ്ടുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ചേച്ചി അഭിഷേകം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നന്നായി പ്രാർത്ഥിക്കണം. കലശം എടുത്തു വെയിറ്റ് ഉണ്ടാവേ, അടി പിടിച്ചോ. കലശം അങ്ങനെ സുരേഷ് കയ്യിലെടുത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങി. വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ കലശം ആടുന്നത്. ചെറിയൊരു ചാക്ക് വരിച്ചു, ആവണപ്പലക വെച്ചു. അവിടെയാണ് ചേച്ചി ഇരിക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ചേച്ചി. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ചേച്ചിയുടെ നെറുകയിൽ കൂടെ കലശം അഭിഷേകമായി, തീർത്ഥമായി ചേച്ചിയുടെ ശിരസിലൂടെ വീഴുന്ന കാഴ്ചയാണ്. പവിത്രക്കെട്ടിലൂടെയാണ് ജലം. ശരിക്കും ഭഗവാനെ തന്നെയാണ് അഭിഷേകം ചെയ്യുന്നത്. ആ ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഈ ഒരു ചടങ്ങിന് ശേഷം ആ ഒരു ചൈതന്യത്തെ നമ്മൾ പിന്നീട് അത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ ഒരു കാര്യം. അത് നമ്മൾ കീപ്പ് ചെയ്യണം. അത്രയും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് തന്നെയാണ് ഇത്. നല്ല അനുഭവമായി. ചേച്ചി തുടങ്ങിക്കോ. ഹാപ്പി ആയില്ലേ? ചുമ്മാ വെറുതെ ഇതിനെ കറിയണേ. സന്തോഷം കൊണ്ടാ സങ്കടം? സങ്കടം കൊണ്ടാ?
എന്നെ ഒരു ഉള്ള ചോറ് അമ്മേന്റെ കുട്ടിക്കാൻ തന്ന കഴിഞ്ഞേ. ഇതൊക്കെയാണ് ചേച്ചി സന്തോഷം. അല്ല നമ്മൾ പാശ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആ അത്രേ ഉള്ളൂ. ആ അടിപൊളി. ചേച്ചി ആലോചിക്കുന്നത്. അയ്യോ അയ്യോ. ചേച്ചി ഇതൊക്കെയാണ് സന്തോഷം. അത്രേ ഉള്ളൂ. നമ്മൾ കുറേ സമ്പാദിച്ചിട്ടോ പിന്നെന്താ, ഇതൊക്കെയാണ് സന്തോഷം. പാദം പങ്കജം വിടർന്നിടട്ടെ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ചേച്ചിക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ. ജഗദീശ്വരൻ്റെ അനുഗ്രഹം ചേച്ചിക്കും കുടുംബത്തിനുണ്ടാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.